റെസ്റ്റിംഗ് ദിസ് ഡേ. കൊള്ളാം, ബട്ട് ഇത് ഒരുമാതിരി ചന്തയിൽ ചെന്ന മാതിരി. അപ്പൊ ബൈ, അടുത്ത വരാം. അടുത്ത ലൈവിൽ വരാന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻസ് കൊള്ളാം, ബട്ട് ഇത് ഒരുമാതിരി ചന്തയിൽ ചെന്ന മാതിരി. അതെന്താ അങ്ങനെ? ചന്തയിൽ മനസ്സിലായില്ല. ഞങ്ങൾ ബാക്കിയിരുന്ന് അലയ്ക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണോ നീ ഉദ്ദേശിച്ചത്? അതാണെങ്കിൽ പറ നമ്മൾ നിർത്തിക്കൊള്ളാം. ആചാരോ കലപില നമ്മളുടെ സംസ്കാരമാണ് കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തത്, അതല്ല. പിന്നെ ഏതാണ്? ഇന്ന് തീരുമാനം എടുക്കണം, പെട്ടെന്ന് പറ. ഇതാണോ ജനാധിപത്യം? ലൈവ് കാണുന്നവർക്ക് ഡബിൾ ടാപ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻ എല്ലാം ഒരുമിച്ചല്ലേ കയറി വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹരിബ്രോയ്ക്കും അതാണ്. മേ ബി നമ്മുടെ ഒരു ലൈവിന്റെ ഇത് ചേഞ്ച് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്യും. അതിന് ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. കമന്റ് ബോക്സിൽ അതിനുള്ള ആൻസേഴ്സ് പറയുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഹരിബ്രോയും കുറച്ച് ഇതാവും. അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് കലവിൽ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും. അതാണ് ഉണ്ടാവുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. That samsaram is real. Those three are like your family now. Okay, thank you bro. ഭയങ്കര കൺഫ്യൂഷൻ ഞങ്ങൾക്കും ഒരു ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് ചാരു. ബട്ട് നമ്മൾ പഴയ വൈബിലോട്ട്, അതായത് അതുപോലെ നമ്മുടെ പഴയ ലൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1K എബോവ് ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു, വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് അതിന്റെ ചെയ്യുമ്പോഴത്തേക്ക് 200. സത്യമാണ്. എത്ര വ്യൂസ് ആണ് കുറയുന്ന അറിയാവോ? മറ്റേ ചാരുമൊക്കെ കമന്റ് ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ ചറ പറ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ചാരുവിനെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചാരുവിനെ തിരക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ലൈവിലും തിരക്കുന്നുണ്ട് ആൾക്കാർ. പോയോ? ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കും ചെയ്യണം. ബട്ട് നേരത്തെ ഇടയ്ക്ക് ഫണ്ണെല്ലാം ഉണ്ട്, എല്ലാരെയും പരിചയപ്പെടാനും അതാണ് ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഇത്. കണ്ടന്റ് കോപ്പി അടിച്ച് ലൈവ് അങ്ങോട്ട് കൊഴുപ്പിക്കുക ഗൈസ്. വി ആർ ഹിയർ ഫുൾ സപ്പോർട്ട്. കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടത്തില്ലേ ബ്രോ? നമ്മൾ ആലോചിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിപ്പൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണ്. അതാണ് അപ്പോഴേ ക്വസ്റ്റ്യൻ. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരു 10-15 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ നടത്താം. അതിപ്പോ പരിചയപ്പെടുത്തി വരാം. ചാരു, നിന്റെ പരാതികളെല്ലാം ഹരിബ്രോ എടുത്ത് പറഞ്ഞോളൂ. ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ദേവസേനയ്ക്ക്, അതായത് നമ്മുടെ ചാരുവിന് ഭയങ്കര വിഷമം. നമ്മുടെ ലൈവ് പഴയ പോലെയുള്ള ലൈവ് ആവുന്നില്ല, ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ആരും, ലൈവില്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ മുന്നത്തെ ലൈവ്. എല്ലാവരുമായിട്ട് ജോളിയായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ലൈവ് വെക്കൊണ്ടിരുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രം ആവുമ്പോഴത്തേക്കും ആരെയും പരിചയപ്പെടാനുള്ള ഗ്യാപ്പോ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ലൈവ് ഇപ്പം ഇച്ചിരി ഇതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചാരുവിന്റെ പരാതി. ചാരു, നിന്റെ പരാതി ഞാൻ ഹരിയന്റെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനില്ല ഈ ലൈവിന്റെ കാര്യമല്ല, നൈറ്റ് ലൈവിലെ കാര്യമാണ് പറഞ്ഞത്. I mean the why you handle the live some interesting topic it will be fun. ഞങ്ങൾ ഇനി അത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞങ്ങളും ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ള ചിന്തയിലോട്ട് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ചിലപ്പോ അത് മാറ്റി പിടിക്കും. ബാഹുബലി എവിടെ പോയി? മേലെ എന്റെ പരാതി ഉണ്ട്, മേലെ ഉണ്ട്. ഒപ്പിട്ട് കൈമാറ്റാൻ. ഒപ്പിട്ടെന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഞാൻ ഇടയ്ക്ക് പോയിരുന്നു. എന്താണ് പരാതി? പരാതി ഹരിയണ്ണന്റെ അടുത്ത് ചാരുവിന് പരാതികൾ മോളിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ ഗൈസ്.